സെക്കൻഡ് കുഴപ്പമില്ല, ആവറേജ് പറയാം. എടുത്ത് പറയാൻ ലാസ്റ്റ് കുറച്ച് ഇമോഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിരുന്നാലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് പടം. ഒരു വിദ്യാഭ്യാസം സംബന്ധിച്ചാണോ എല്ലാം പറയുന്നത്? അതുമായിട്ട് പോണില്ല, ലാസ്റ്റ് ഒന്ന് രാഷ്ട്രീയത്തിൻ്റെ ഇത് തന്നെ മെസ്സേജായിട്ട് പറയുന്നുള്ളൂ. മോശമെന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. അത്ര മോശമാണ്, കണ്ടിരിക്കാൻ പോലും പറ്റിയ ഒരു സിനിമയായിട്ട് തോന്നിയില്ല. പിന്നെ അതിൽ ഉള്ളതെല്ലാം ഒരു ക്ലീശ കോമഡിയൊക്കെ ആണെങ്കിൽ പക്ക ക്ലീശയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്നും ഒരു ലോജിക്കില്ല, എന്തോ പോലത്തെ ഒരു മൂവിയാണ്. വളരെ മോശമാണ്. കാസ്റ്റിങ്ങും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ സിനിമ ഒരു 50% അത്രേ ഉള്ളൂ. വിദ്യാഭ്യാസത്തെ പറ്റിയൊന്നുമല്ല സിനിമ പറയുന്നത്. സിനിമ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഒരു രാഷ്ട്രീയപരമായിട്ടൊരു ചെറിയൊരിതുണ്ട്. കാര്യം സ്വന്തം ഒരു പാർട്ടി തന്നെ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരിതുണ്ട്, അത്ര തന്നെ. അല്ല അതിൽ പറയത്തക്ക അങ്ങനെ വേറെ ഒന്നും ഇല്ല. ഈ പെർഫോമൻസ് ഹാഫ് ഭയങ്കര എഴുച്ചിലും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ഇതെന്നുള്ളതെന്ന് വെച്ചാൽ ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ഒരു ഇതാണ്. സ്ഥിരമായിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയം, ആ ഒരു സെയിം സംഭവം അതൊക്കെ അതാണ്. പിന്നെ കോമഡിയോ അങ്ങനത്തെ ഒരു ഇതും ശ്രീധർ ബാസിയുടെ ആ ഒരു ഇതൊന്നും ഇല്ല, വേറെ ഇതൊന്നുമില്ല. ഇല്ല, ഇത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഭവം പോലെ തന്നെയാണ്. അവർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നതാണ്, കൊല ചെയ്യണ ഒരു സംഭവം. വേറെ മെസ്സേജ് സ്ഥിരം രാഷ്ട്രീയത്തിലുള്ള സംഭവം തന്നെയാണ്, അല്ല വേറെ അങ്ങനത്തെ പ്രത്യേകത ഒന്നുമില്ല. ഇപ്പോൾ ഇറക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല. എങ്ങനെ തീർന്നിറങ്ങി കിട്ടാമോയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ബോറായിരുന്നു സത്യം പറഞ്ഞാൽ. LLB എന്നല്ല ഈ പടത്തിന് പേരിടേണ്ടത്. പിന്നെ ഈ പ്രൊഡ്യൂസറിൻ്റെ സിറ്റുവേഷനാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു പടത്തിന് തലവെച്ച് കൊടുത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. ശരിക്കും ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു പടം എടുക്കാൻ വേണ്ടി കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തട്ടിക്കൂട്ടി എന്തെങ്കിലും എടുക്കാമെന്നുള്ളൊരു അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആൾക്കാർ ഓഡിയൻസിനും കൂടെ വേണ്ടിയാണ് ഒരു പടം ചെയ്യുന്നത്. ചുമ്മാ വെറുതെ കാണിച്ചു കൂട്ടാൻ വേണ്ടി ചെയ്ത് കൂട്ടിയിട്ട് അത് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ഫീൽ വന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് ഇങ്ങനത്തെ പടങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പൈസ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കഥകൾ തിരഞ്ഞെടുത്ത് അത് നിർമ്മിക്കാൻ വേണ്ടി നോക്കാനാണ് മാക്സിമം നോക്കേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെ ഇത് കേട്ട് നമ്മളെ ഒരു പേഷ്യൻസിനെ ഒരു ഇതാക്കല്ലെന്ന് എനിക്ക് പറയുള്ളൂ. വളരെ ബോറായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ പടങ്ങളാണോ തിയേറ്ററിൽ ആൾ വരത്തത് കുറയ്ക്കുന്നത്? അതൊക്കെ ആയിരിക്കാം. ഇങ്ങനത്തെ ഇതിനെ വരുന്നില്ല. ആ പടം വന്ന് 5-6 പേരുണ്ടായിരുന്നു. അവർ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലവർ എണീറ്റ് പോവുകയും ചെയ്തു. അത് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ആ പടത്തിന്. സെക്കൻഡിൽ കുറച്ചെന്തോ, അതും നമ്മൾ കണ്ടുമടുത്ത ഐറ്റങ്ങൾ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയില്ല. പരാജയം എന്ന് തന്നെ പറയാം. നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനാണ് ഇപ്പം വന്നിട്ട് ഇനി അവർക്കെല്ലാം ഈ വലിയ മമ്മൂക്കേൻ്റെ പ്രോജക്റ്റിലെല്ലാം വരുന്ന സൈഡ് റോളുകൾക്ക് ചെയ്തു പോകുന്നതാണ് നല്ലത്. നായക റോൾ ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ സ്ക്രിപ്റ്റിലൊക്കെ. വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയില്ല. ഞാൻ തന്നെ പറഞ്ഞു, LLBക്ക് ഇനി വേറെ എന്താണ് പേരിടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും കിട്ടുന്നില്ല. വായിലൊരു ചീത്തയൊക്കെയാണ് വരുന്നത്, പക്ഷെ അതിപ്പം പൊതുമുഖത്ത് പറയാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇല്ല താല്പര്യമില്ല. പക്ഷെ ആ ഒരു പടത്തിന് ആ ഒരു പേര് ചേരുന്നില്ല. എന്തിനാ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വായിക്കൊള്ളാതെ എന്തൊക്കെയാണ് വരുന്നത്, പക്ഷെ ഒന്നും പറയുന്നില്ല. എനിക്ക് അത്രയും ഒരു താല്പര്യമില്ല.